നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാടിന് നടുക്കിയ ഒരു കൊലപാതക വാർത്ത തലസ്ഥാന നഗരത്തിൽ നിന്നും ഉണ്ടായിരുന്നു. നാലാഞ്ചിറയിലെ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. മരണപ്പെട്ട ഈ യുവതിയുടെ മൃതശരീരം പള്ളിയിൽ ഖബറടക്കാൻ സമ്മതിക്കില്ല എന്നൊരു കൂട്ടം ആളുകൾ പറയുകയാണ്. അതിനൊക്കെ തന്നെ കൃത്യമായ ന്യായീകരണങ്ങളും അവർക്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കുടുംബ കലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് വട്ടിയൂർക്കാവ് സ്വദേശി സുരേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുൻപാണ് നാലാഞ്ചിറയിലെ ഈ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. ഈ കുടുംബത്തിന് നാട്ടുകാരുമായോ അയൽവാസികളുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തുകയും ചെയ്തത്. ഹസീന തിരിച്ചെത്തിയതു മുതൽ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ പതിവായിരുന്നു. ബുധനാഴ്ച രാവിലെയും സുരേഷും ഹസീനയും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറക്കുകയായിരുന്നു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളുടെ വഴക്കിനും കൊലപാതകത്തിനും സാക്ഷികളായ 4 മക്കളും നിലവിൽ പോലീസിന്റെ സംരക്ഷണത്തിലാണ്. ഹസീനയുടെ സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തിയത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മലയാളി വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ കൃത്യമായി തന്നെ അവിടെയുള്ള ചില അയൽവാസികളുടെയും സഹോദരന്റെയും കുട്ടികളുടെ അധ്യാപകരുടെയും നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവർ പ്രതികരിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ വീട്ടുവഴക്കുകൾ, കുടുംബ പ്രശ്നങ്ങൾ ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഇങ്ങനെയുള്ള ഓരോ മരണ വിവരങ്ങൾ പുറത്തു വരുന്നു, കൊല്ലത്ത് നിന്നൊക്കെ വരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു കൊലപാതക പരമ്പര തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ മാസവും ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ഭയപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഹസീനയുടെ അടുത്ത ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ ആരും മിണ്ടുകയില്ല, സഹകരിക്കുകയില്ല അവരുമായിട്ട്. അവൻ എന്താ അഴുക്ക ജാതിയാണ്. ആ ജാതിയിലുള്ളവനാണ് ഞങ്ങളെ കൊച്ചിനെ വിളിച്ചിട്ട് പോയത്. ഞങ്ങൾ അന്നോട്ടെ ഞങ്ങൾ മിണ്ടൂല. പിന്നെ ഒരു മരണം വല്ലതും വന്നാൽ ഞങ്ങളായിട്ട് കയറ്റി കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവളെ വാപ്പ മരിച്ചപ്പോഴും ഞങ്ങൾ ശാസ്താനത്തെ പള്ളിയിലാണ് കൊണ്ടുപോയത്. അവളൊക്കെ കാണിക്കേണ്ടെന്ന് പള്ളിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞു. കാണിച്ചാൽ പള്ളിയിൽ എടുക്കൂല, ഞങ്ങളെ പള്ളിയിൽ എടുക്കൂല. അപ്പൊ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ അവരുടെ കാല് പിടിച്ച് അവളെ വാപ്പ അല്ലേ അങ്ങനെ കൊണ്ട് കാണിച്ചു. ഹസീനയുടെ ആരായിട്ട് വരും? ഞാനാ ഹസീനയുടെ വാപ്പാടെ സഹോദരി. ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളാരും ഒന്നും ഇടപെട്ടിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അടിക്കുക. ഞാൻ പറഞ്ഞു, നിന്നെ കൈ കൊണ്ടടിച്ചാൽ നീ ചെലവെടുത്തടിയെന്നാണ് ഞാൻ പറയുന്നത്. അവനെ അടിച്ച് കൊല്ലുന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവൻ എന്തായിരുന്നു ജോലി? കൊലപാതകം എല്ലാ ജോലിക്കും പോകും. നിയമിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജ് എങ്ങാണ്ട പഴയതൊക്കെ എടുത്ത് നോക്കും. പക്ഷെ അവൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമുണ്ട്. ഇവിടെ ഭയങ്കര സംശയ രോഗമാണ്. അതാണ് ഇവരുടെ ഇങ്ങനെ ആയത്. എന്താ ഈ സംശയത്തിനുള്ള പ്രധാന കാരണം? ഒരു കൊച്ചിനെ പോലും നോക്കിക്കൂടാ. അതാണ് അവന്റെ സംശയം. 4 മക്കളുണ്ട് ഇവർക്ക്. 2 പെണ്ണും. അച്ഛൻ ജയിലിൽ ആരുമില്ല, അവരെ നോക്കാൻ ആരുമില്ല. മക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം എങ്കിൽ നമുക്കത് ജാതിയിൽ ബാധകമാവും. അവൻ മുസ്ലിം ആയിട്ടില്ല. ഞങ്ങൾ കുറെ പറഞ്ഞു മുസ്ലിം ആവാനായിട്ട്, ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഇപ്പൊ പള്ളിയിൽ എടുക്കൂലല്ലോ, അവളെ പള്ളിയിൽ അടക്കാൻ പറ്റൂല. ചുടുകാട്ടിലും എല്ലാം കൊണ്ടുപോകുള്ളൂ. ഈ പറയുന്നത് പോലെ മക്കളുടെ അവസ്ഥ കാണുമ്പോഴേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. മക്കള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിച്ചായിരുന്നു. ഇവിടെ 2 മക്കളുണ്ട്. മൂത്ത കൊച്ചിന് മാത്രം ഞങ്ങൾ അറിയാവുള്ളൂ. വളരെ നിങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ സഹകരിക്കാറില്ല. നമ്മളും സഹകരിക്കാറില്ല. പുള്ളി മരിച്ചതിന് ശേഷം യാതൊരു സഹകരണവും ഇല്ല. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസീനയുടെ പിതാവ്. നമ്മുടെ അടുത്ത് സഹകരണമില്ല, നമ്മളും സഹകരിക്കാൻ പോകാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാൻ പോകാറില്ല. ഇവര് എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? സ്നേഹിച്ചായിരുന്നോ? സ്നേഹിച്ച് കഴിച്ചാണ്. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പോയതാണ്. ഇവള് അവനുമായിട്ട് പോയതാണ്. എത്ര കാലം മുന്നേ അവര് വിവാഹം കഴിയുന്നു? ഇങ്ങനെ പോയത് ഒരു 10-20 വർഷമെങ്കിലും കുറഞ്ഞതാകണം. ആയുർവേദ കോളേജിന്റെ അവിടെ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള അടുപ്പമാണ്. ഇവര് അപ്പോഴേ ഇവിടെ മൺട്രോക്കോണത്ത് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ പോയതാണ്.
നമ്മളോടൊപ്പം അയൽവാസി കൂടെ ചേരുന്നുണ്ട്. അമ്മ ഇവിടെ അടുത്താണല്ലോ വീട്. അമ്മ എന്തെങ്കിലും ബഹളം കേട്ടിരുന്നു? നമ്മൾ കേട്ടിട്ടില്ല. ഈ ഹസീനയെ അറിയാമോ? കണ്ടു പരിചയം? നമ്മൾ കണ്ടിട്ടുമില്ല. ഇവിടെ താമസമായിട്ട് എത്ര കാലമായി അറിയാമോ? വാടകയ്ക്ക് അതല്ലേ പറഞ്ഞ നമ്മൾ ഇങ്ങോട്ട് വരവില്ല. നമുക്ക് അതിലാണ് വീട്. തൊട്ടടുത്താണ് വീട്. തൊട്ടല്ല, അതിന്റെ അപ്പുറത്ത്. അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ആ സൈഡേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടുള്ള ഒന്നും അറിയാവത്തില്ല. പിന്നെ ഇവിടെ വന്നത് പോലും അറിഞ്ഞില്ല. വേറെ ഈ മുമ്പ് എത്തിക്കാറത്താണെന്ന് അവരെ നമുക്കറിയാം. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ല. ഒരു ആവശ്യമില്ലല്ലോ, അവിടെ വരില്ല. അമ്മ എപ്പോഴാ ഈ വാർത്ത അറിയുന്നത്? ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. താഴെയുള്ള ഒരു പയ്യൻ ഇതിലൂടെ പറഞ്ഞുകൊണ്ട് പോയി. കുറെ പേര് പറഞ്ഞ് 2 മക്കളാണ്. ഇപ്പൊ വന്നപ്പോ 4 മക്കളാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് അറിഞ്ഞത്. വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഈ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. ബന്ധുക്കളാണെങ്കിലും ഈ പറയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബന്ധുക്കൾക്കും ഇവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രമില്ല. ഈ പറയുന്നത് പോലെ കൊലപാതകിക്ക് ഭാര്യയോട് വലിയ സംശയമുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംശയം, അതിന്റെ ഭാഗമായിട്ട് ഒരു കൊലപാതകം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 4 കുട്ടികളാണ് അനാഥമായിരിക്കുന്നത്. ഇപ്പോൾ ഹസീനയുടെ ബന്ധുക്കളാണെങ്കിൽ അവരെ ഏറ്റെടുക്കില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഈ പ്രതിയുടെ കുടുംബം, അവരുമായിട്ട് ബന്ധപ്പെട്ടും ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഈ 4 മക്കൾ ഇനി എങ്ങോട്ടാണ്? അവരെ ഇനി ആരാണ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അമ്മ മരണപ്പെട്ടു കഴിഞ്ഞു. അച്ഛൻ ഈ പറയുന്നത് പോലെ കൊലപാതകയായിട്ട് ജയിലിൽ കഴിയേണ്ടുന്ന അവസ്ഥ. ഇനി ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ദയനീയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. എന്തായാലും അതിദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് രാവിലെ തന്നെ നമ്മളെ തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നാലാഞ്ചിറയ്ക്ക് സമീപം, തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപത്താണ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന് ഭർത്താവ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കിനെ തുടർന്ന് ഇവർ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ നിന്ന് ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് അവരവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് വീണ്ടും സംസാരമായി. ഏകദേശം രാവിലെയോടുകൂടെയാണ് ഹസീന ഈ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം, ഇൻക്വസ്റ്റ് നടപടികളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ചോദ്യം, ആ മക്കളെ ഇനി ആര് ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇളയ 2 മക്കൾ, അവർ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ ഇപ്പോൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മിസ്, ഈ പറയുന്നത് പോലെ മക്കൾ എപ്പോഴെങ്കിലും ഈ ഒരു വീട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. നന്നായിട്ട് കുട്ടികളെ അന്വേഷിക്കുന്ന അച്ഛനാണ്. അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും, കുടുംബകാര്യങ്ങളൊന്നും അറിയില്ല. കുട്ടികളെ നന്നായിട്ട് സംരക്ഷിക്കുന്ന അച്ഛൻ തന്നെയായിരുന്നു. പിന്നെ അമ്മയും അങ്ങനെ സ്കൂളിൽ നിന്നും വരാറില്ല. നമ്മൾ ഫോൺ വഴിയുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവര് പുതിയതായിട്ട് ഇങ്ങോട്ട് സ്കൂളിന് അടുത്തായിരുന്നു ആദ്യം താമസിക്കുന്നത്. ഇപ്പം 4 മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അപ്പോൾ കുട്ടി സ്കൂളിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം ക്ലാസ് ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞിന് പനിയായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ എന്ന് അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇന്നലെ രാവിലെയും വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു ക്ലാസ് ടീച്ചറിന്. പനി മാറിയിട്ട് എന്തായാലും ഇന്ന് വരാമെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് സ്കൂളിൽ. ഈ ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ എങ്ങനെയാണ് ഇവര് വരുന്നത്? ടീച്ചേഴ്സ് മീറ്റിങ്ങിന് അമ്മ വരാറില്ല, ടീച്ചർ അച്ഛനും വരാറില്ല. എന്നാലും ഞങ്ങൾ ഫോൺ വഴിയേ കോണ്ടാക്ട് ഉള്ളൂ. അതിന് മുമ്പേയൊക്കെ അവർ സജീവമായി വരുമായിരുന്നു. അപ്പം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിവഴി പറയുമായിരുന്നു. എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കുട്ടികൾ നല്ല സന്തോഷത്തിലായിരുന്നു. 2 കുട്ടികൾ. രണ്ടുപേരും എങ്ങനെയാണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ചില സമയത്ത് പിന്നോട്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും? അങ്ങനെ പിന്നോട്ടൊന്നുമില്ല. ടീച്ചേഴ്സിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള കുട്ടികളല്ല, പിറകോട്ടുള്ള കുട്ടികളല്ല, പിറകോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളല്ല. എല്ലാത്തിനും ആക്റ്റീവായിട്ട് കുട്ടികളായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പുള്ളിയുടെ നമുക്ക് കൂടുതൽ അങ്ങ് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. പുള്ളി അങ്ങനെ സ്കൂളുമായിട്ട് അത്ര സഹായിക്കുന്ന ആളല്ല. അമ്മ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഫോൺ വഴി. എങ്ങനെയാണ് ടീച്ചർ ഈ പറയുന്നത് പോലെ 4 മക്കളുണ്ട്, അമ്മ മരണപ്പെട്ടു, അച്ഛൻ ജയിലിലാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ അതെങ്ങനെയാണ് ടീച്ചർ? എങ്ങനെയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്? ഞങ്ങളെ സ്വന്തം കുട്ടികളല്ലേ, ഞങ്ങളവരെ ഏറ്റെടുത്ത് ഞങ്ങൾ അവർക്ക് കൈത്താങ്ങ് കൊടുക്കും. തീർച്ചയായും
മക്കൾ ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർ. ഞാൻ രാവിലെ സ്കൂളിൽ വന്നിട്ട് ഇവർ അറിഞ്ഞിട്ട് തന്നെ നേരെ ഇവിടെ വരികയാണ്. ഞങ്ങളുടെ അധ്യാപകർ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ടീച്ചർ ആരെങ്കിലും ഉണ്ടോ ആ കുട്ടി? ഒരു കുട്ടിയുടെ ക്ലാസ് ടീച്ചറുണ്ട്. ഒരാൾ വന്നിട്ട് സ്കൂളിലും ആൾ വേണമല്ലോ, അങ്ങനെ ടീച്ചർ അങ്ങ് പോയിട്ടുണ്ട്. ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. റോഷന്റെ ക്ലാസ് ടീച്ചർ? റോഷന്റെ ക്ലാസ് ടീച്ചറാണ്. നേരിട്ട് കണ്ടിരുന്നോ കുഞ്ഞിനെ? ഇല്ല, സ്കൂൾ തുറന്ന് ഇന്നലെ തുറന്നത്, തിങ്കളാഴ്ച തുറന്നിട്ട് 2 ദിവസം അത് സ്കൂളിൽ വന്നിട്ടില്ല. വിളിച്ചപ്പം പനിയാന്നാ പറഞ്ഞത്. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനുള്ള ഇടവില്ല. 2 ദിവസമല്ലേ ആയുള്ളൂ. സ്കൂളായിട്ട് നല്ല കുട്ടിയാണ്, വളരെ നല്ല കുട്ടിയാണ്. മറ്റു കുട്ടികളെ സഹായിക്കാനുള്ള മനോഭാവവും എല്ലാം ഉള്ള കൊച്ചാണ്. പഠിക്കുകയും ചെയ്യും നന്നായിട്ട്. എടുക്കാൻ വന്നത് എങ്ങനെയായിരുന്നു? അഡ്മിഷനൊക്കെ അച്ഛനും അമ്മയും കൂടെ വരുന്ന അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമേ ഉള്ളൂ അങ്ങനെ ഒരു പേരൻസ് അങ്ങോട്ട് വരാത്തത്. കുട്ടികൾ അങ്ങനെ പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ സങ്കടത്തിലിരിക്കുന്നതൊന്നും ശ്രദ്ധിച്ചില്ല? സങ്കടത്തിലുണ്ട്. കുട്ടികൾ ഗ്ലൂമിയാണ് പൊതുവെ. പിന്നെ ഇവിടെ വന്ന് മറ്റു കുട്ടികളും ഒക്കെ ആയിട്ട് സഹകരിക്കുമ്പോൾ അവര് പിന്നെ കൊച്ചുങ്ങളല്ലേ, അവരതെല്ലാം മറക്കും. ഇല്ല ഇല്ല. പക്ഷേ കുട്ടികൾ പൊതുവെ വരാറില്ല. എങ്കിലും ഫോൺ വഴി നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളടുത്തൊന്നും അമ്മയൊന്നും സംസാരിക്കാറില്ല. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്ലാസ്സിൽ എത്തുമ്പോൾ ചെറിയൊരു സങ്കടം കാണുമല്ലോ. സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഒരു ഗ്ലൂമിയാണ് കൂടുതൽ സമയം. പക്ഷെ ഇവിടെ വന്ന് സഹകരിച്ച് നമ്മൾ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സ്വാഭാവികമായിട്ട് മാറി. കൊച്ചുങ്ങളല്ലേ, അവരിപ്പോ ആക്റ്റീവ് ആവും. പിന്നെ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാവരുമായിട്ടും പുള്ളിക്കാരൻ കോണ്ടാക്ട് ഒന്നുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ നേരിട്ട് തന്നെ കാണുന്നത്. കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വേറെ ഒന്നല്ല പറഞ്ഞത്, പുള്ളിക്കാരൻ എന്ത് സുഖമില്ലായിട്ട് മെഡിക്കൽ കോളേജ് വരുമായിരുന്നു, അവിടെ വെച്ച് കണ്ട് സംസാരിച്ചു. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നേക്കാം, നാളെ വന്ന് സംസാരിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുമാത്രം തന്നെ അറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഇതാ സംഭവം എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. സുരേഷ് തന്നെ വിളിച്ചിരുന്നു? അല്ലല്ല, ഞങ്ങളെ വിളിച്ചത് ഞാൻ 108 ആംബുലൻസിൽ അവർക്കില്ല. ആ 108 ആംബുലൻസ് ഇവിടെ പേഷ്യൻ എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ആ സമയത്ത് അവരെ വിളിച്ച് പറയുന്നത്. ഈ മക്കള് ചേട്ടനായിട്ട് എങ്ങനെയാണ്, സംസാരിക്കാറുണ്ടോ? ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. മക്കളുമായിട്ടൊന്നും ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പം ഈ അടുത്ത കാലത്താണ് അവരുമായിട്ടൊരു കോണ്ടാക്ട് വന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു എന്ന് പറയുന്നു. അതായത് ഇവര് തമ്മിലുള്ള വാക്കുതർക്കം അത് ഒന്ന് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, 2 സഹോദരിമാരുണ്ട്. ഒരാൾ കൊച്ചിയിലാണ്, അമ്മയും ട്രിവാൻഡ്രത്താണ്. അവരും ഇതൊരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാർ പറയുന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതായത് 2 കുടുംബക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഈ ഫാമിലിക്ക്. പക്ഷെ വലിയ അടുപ്പങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഇനിയിപ്പോ എങ്ങനെയാണ് മക്കളുടെ ഒരു കാര്യം ഞാൻ ചോദിക്കായിരുന്നു. ഈ പറയുന്നത് പോലെ അമ്മ മരണപ്പെട്ടു, അച്ഛനാണെങ്കിൽ എന്തായാലും ജയിലിലായിരിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവന് പുള്ളിക്കാരൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, അമ്മയും 2 സഹോദരിമാരും ഉണ്ട്. അവർ വന്നതിന് ശേഷം തീരുമാനം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമ്പോൾ. ഒരാൾ കൊച്ചിയിലാണ്, 4 മണിക്ക് എത്തത്തുള്ളൂ. പുള്ളിക്കാരി പിന്നെ മൂത്ത ആളുടെ ഹസ്ബൻഡുണ്ട്. പുള്ളിക്കാരനാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മുന്നേ നിൽക്കുന്നത്. ബാക്കി ഞങ്ങളുടെ അച്ഛനും കൊച്ചിനൊക്കെ വരാനുണ്ട്. എല്ലാവരും വന്നതിന് ശേഷം തീരുമാനം എടുക്കാൻ നിൽക്കുകയാണ്. ഈ ഹസീനയുടെ ബോഡി സംബന്ധിച്ചുള്ള കാര്യങ്ങളോ, ഹസീനയെ അവരുടെ പള്ളിയിൽ കയറ്റില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ശവസംസ്കാരം എന്നൊക്കെ പറയുന്നതിന് എങ്ങനെയായിരിക്കും? ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളും ചോദിച്ചിട്ടില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി വന്നാലും അറിയത്തുള്ളൂ. കാര്യം എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഗ്രഹവാന്മാരുണ്ട് വീട്ടിൽ. എൻ്റെ അച്ഛനുണ്ട്, കൊച്ചിനുണ്ട്, മാമന്മാരുണ്ട്, പിന്നെ ചേട്ടൻ്റെ വലിയച്ഛനും വലിയച്ഛനൊക്കെ ഉണ്ട്. അവരെല്ലാവരും വന്നതിന് ശേഷം തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടിരിക്കുക.